പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ധനലക്ഷ്മിയുടെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനോജ്. ഇതേ തുടർന്ന് ധനലക്ഷ്മിയോട് ഇനി നീ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നും നിനക്ക് എന്നെ ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിന്ന് പോകാം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. തൻ്റെ അച്ഛനോടും സഹോദരിയോടും ഇത്ര നീചമായ പ്രവൃത്തി എങ്ങനെയാണ് നിനക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് ചോദിക്കുന്ന മനോജ് ഒരിക്കലും അവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പൈസയുടെ പിറകിലാണ് നിന്റെ ഓട്ടം, അതുകൊണ്ട് തന്നെ നീ ഇനി പൈസയെ മാത്രം സ്നേഹിച്ചാൽ മതി, നിനക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണോ എൻ്റെ സഹോദരിയോട് നീ ഇങ്ങനെ പറഞ്ഞത്? അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി നീയുമായിട്ട് ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് പോകാം. ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടിക്കരയുകയാണ് ധനലക്ഷ്മി. തന്നോട് ക്ഷമിക്കണമെന്നും മനോജേട്ടന് ഇങ്ങനെയൊന്നും ചെയ്യാൻ ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നും, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് എന്ന് പറയുകയും എന്നെ ഉപേക്ഷിക്കരുത് എന്നും എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് എന്നും മനോജിൻ്റെ കാല് പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി. പക്ഷേ തനിക്ക് ഒറ്റ തീരുമാനമാണ് ഉള്ളത്. അതിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്യും. നീ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല എങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിനക്ക് തീരുമാനമെടുക്കാം. ഞാനത് എതിർക്കുന്നതിനായി വരുന്നതല്ല. ഈ തീരുമാനം കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി ആകെ തകർന്നു പോവുകയാണ്. ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന മനോജ്, അച്ഛൻ നിന്റേതു കൂടിയല്ല എൻ്റേതു കൂടിയാണ്. നീ ആ കാര്യം മറന്നുപോയി. എന്നെ ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ നിനക്ക്? നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു കളഞ്ഞു. ഒരിക്കലും തൻ്റെ സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതോടെ കൺമണി തനിക്ക് തെറ്റുപറ്റി പോയതായി സമ്മതിക്കുകയും ഏട്ടൻ്റെ കുടുംബം തകരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടിയിട്ട് എന്താണ് കാര്യമെന്ന് അമ്മായിമാരുടെ മുൻപിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് മനോജ്. അവൾക്ക് പ്രണയം എന്നോടല്ല, പൈസയോടാണ്. അങ്ങനെയുള്ള ഒരാളെ പ്രണയിച്ചിട്ട് ജീവിതത്തിൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല, മറിച്ച് ദുരന്തം മാത്രമാണ് ജീവിതത്തിൽ വന്നു സംഭവിക്കുക. എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അവളുമായുള്ള ബന്ധം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഡിവോഴ്സാണ് ഞാൻ ഇനി ഫയൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് മനോജ്. ഈ കാര്യം അറിയുന്ന അമ്മായിമാർ ഉടൻ തന്നെ ധനലക്ഷ്മിയെ ചെന്ന് കാണുകയും ധനലക്ഷ്മിയോട്, കൺമണി നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മനോജിനോട്. മനോജ് ഇതോടെ ഡിവോഴ്സ് ചെയ്യാമെന്ന് സമ്മതിച്ചുവെന്നും നിന്നോടുള്ള പക ഇപ്പോൾ കൺമണിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ധനലക്ഷ്മി ആകെ ഞെട്ടിപ്പോവുകയാണ്. തൻ്റെ മനോജേട്ടനെ തന്നിൽ നിന്ന് അകറ്റുന്നത് കൺമണി തന്നെയാണ് എന്ന് വീണ്ടും ഉറപ്പിക്കുന്ന ധനലക്ഷ്മി, പക്ഷേ അങ്ങനെ തോറ്റുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് മനോജിനെ ചെന്ന് കണ്ട് മനോജിൻ്റെ കാൽക്കൽ വീണ് കരയുകയും ചെയ്യുന്നു. എന്നെ കൊന്നാൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ധനലക്ഷ്മി, തനിക്ക് തെറ്റുപറ്റിപ്പോയതായി ഞാൻ സമ്മതിക്കുന്നു എന്നും, അച്ഛ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് മാപ്പ് തരണം അച്ഛ, മനോജേട്ടനോട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറയണം അച്ഛ എന്ന് പറഞ്ഞ് ശ്രീനിവാസന്റെ കാലിലേക്കും മാറി വീണിരിക്കുകയാണ് ധനലക്ഷ്മി.
ഈ കാഴ്ച കണ്ട് കൺമണിയാകെ പകച്ചു പോകുന്നു. മാത്രവുമല്ല, കൺമണി ഇതോടെ ക്ഷമിക്കണമെന്ന് മനോജിനോട് പറയുകയും ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ മനോജ്, ഞാൻ തൻ്റെ തീരുമാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ ഈ ക്രൂരത കാണിച്ചത് എൻ്റെ അച്ഛനോടും സഹോദരിയോടുമാണ്. ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന രണ്ടാൾക്കാരോട്. അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനം ഉറച്ചതായിരിക്കും. അതിൽ എന്തൊക്കെ സംഭവിച്ചാലും മാറ്റം വരികയില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ശ്രീനിവാസൻ, നീ ഇത്ര ബലം പിടിക്കരുത് എന്ന് പറയുകയും അവൾക്കൊരു തെറ്റുപറ്റി എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ മനോജ് തയ്യാറാകണം. ഇനി അവൾ ഇതുപോലുള്ള തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞതല്ലേ. മാത്രവുമല്ല, ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഓപ്പറേഷൻ്റെ കാര്യവുമെല്ലാം ഇപ്പോൾ ഏറെക്കുറെ ശരിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നീ ഇവളോട് ഇങ്ങനെ വാശി കാണിച്ചിട്ട് എന്താണ് ഉപകാരമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു ശ്രീനിവാസൻ. ഇതോടെ കൺമണി വന്ന മനോജിൻ്റെ കൈപിടിക്കുകയും ധനലക്ഷ്മിയോട് ക്ഷമിക്കണമെന്നും ഞങ്ങളോടൊക്കെ ഇഷ്ടമുണ്ട് എങ്കിൽ ധനലക്ഷ്മിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൺമണി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് മനോജ്. നീ അതുകൊണ്ട് തന്നെ എൻ്റെ കാലല്ല, മറിച്ച് കൺമണിയുടെ കാല് വേണം പിടിക്കാനെന്നും അവളുടെ ഭിക്ഷയാണ് നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ധനലക്ഷ്മിക്ക്. ഇതോടെ ധനലക്ഷ്മി കൺമണിയോട് നന്ദിയുണ്ട് എന്ന് പറയുന്നുവെങ്കിലും എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാറ്റിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് റൂമിലേക്ക് പോവുകയാണ് മനോജ്. എന്നാൽ ഇതേ സമയം അമ്മായിമാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ധനലക്ഷ്മിയെ നോക്കിയതിനെ തുടർന്ന് എന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം ഞാൻ ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്നും അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ധനലക്ഷ്മി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല, പിറ്റേന്നു മുതൽ വളരെ വലിയ ആക്ടിംഗ് ആണ് ധനലക്ഷ്മി കാഴ്ചവെക്കുന്നത്. കൺമണിയുടെയും അതുപോലെ തന്നെ ശ്രീനിവാസന്റെയും കാര്യങ്ങൾ നോക്കുന്നതിന് മുൻപിലേക്ക് തന്നെ കടന്നു വരുന്ന ധനലക്ഷ്മി മനോജിന്റെ മുന്നിൽ വീണ്ടും അഭിനയം തുടരുകയാണ്. എന്നാൽ ഇതേ സമയമാകട്ടെ ക്രിഷ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് എത്തുകയും താനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സാഗറിനെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു. ഇതോടെ സാഗർ എന്താണ് ആ തീരുമാനമെന്ന് ചോദിച്ചതിനെ തുടർന്ന് താൻ മാനസികമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അവളുടെ കൂടെ മുന്നോട്ട് പോവുക എന്തു തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് ഇനി അച്ഛൻ തന്നെ നിർബന്ധിക്കരുത് എന്ന് പറയുകയും ചെയ്തത് സാഗറിന് സന്തോഷം നൽകുന്ന കാര്യമാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.